ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തിക അർച്ചനയും കുടുംബത്തെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യവും തുടർന്ന് കല്യാണാലോചനയായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന കാര്യവുമൊക്കെ അനഘയോട് പറയുന്നതാണ്. എന്താണെങ്കിലും ചേച്ചി ചെയ്തതൊക്കെ നന്നായെന്നാണ് അനഘ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്വാമിജിയെ കാണാൻ വേണ്ടി പോയ സേതു മടങ്ങിയെത്തിയിരിക്കുകയാണ്. തുടർന്ന് അർച്ചന പറയുകയാണ്, അച്ഛന് പോകുന്നതിന് മുമ്പ് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. ഞാനും കൂടി വന്നേനേലോ, ഒറ്റയ്ക്ക് പോകേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, അച്ഛനെ സന്യസിക്കാൻ പോയതാ ഏട്ടത്തി. എന്തോ ഒരു ഉൾവിളി തോന്നിട്ട് തിരിച്ചു വന്നെന്നാ തോന്നുന്നത്. എന്റെ സ്നേഹക്കുട്ടി കലിപ്പിലാണല്ലോ എന്ന് സേതു ചോദിക്കുമ്പോൾ അച്ഛൻ വയ്യാത്തതല്ലേ എന്നും ഇത്തിരിയെങ്കിലും ബോധം വേണ്ടെന്നൊക്കെ ചോദിച്ച് സേതുവിനെ വഴക്കു പറയുകയാണ് സ്നേഹ. അതേസമയം അങ്ങോട്ടേക്ക് സച്ചിയും അവന്തികയും അനഘയും കൂടി വരുന്നു. എന്താണെങ്കിലും അച്ഛൻ കാണിച്ചത് ഒരു മോശം പരിപാടിയായി പോയെന്ന് സച്ചിയും പറയുന്നു. അവന്തികയുടെ കയ്യിലെ ഫയല് കണ്ടിട്ട് സേതു ചോദിക്കുകയാണ്, ഇത് കേരള ഹോസ്പിറ്റലിലെ ഫയലാണല്ലോ, ആരുടെ റിപ്പോർട്ടാ, കാണിച്ചു നോക്കട്ടെ. ഇത് കേൾക്കുന്ന അവന്തികയും അനഘയും ഞെട്ടി നിൽക്കുകയാണ്. അത് പിന്നെ അച്ഛാ, ഇത് റിപ്പോർട്ടൊന്നുമല്ല, അനഘയുടെ ഒരു കോഴ്സിന്റെ കാര്യം നിരക്കാൻ വേണ്ടി പോയതാ ഞങ്ങള്. അതിന്റെ അവളുടെ കുറച്ച് പേപ്പേഴ്സാ ഇതൊക്കെ. അവളെല്ലാം കൂടി ഈ ഫയലിന്റെ അകത്ത് വെച്ചതാണ്. ഓ, അങ്ങനെയോ എന്ന് സേതു ചോദിക്കുന്നു. തുടർന്ന് അവന്തിക ചോദിക്കുകയാണ്, അല്ലച്ചാ, സ്വാമിജിയെ കണ്ടിട്ട് സ്വാമിജി എന്തു പറഞ്ഞു? ഈ കുടുംബത്തിൽ നിന്നും ചിലരൊക്കെ പടിയിറങ്ങുമെന്ന് പറഞ്ഞു, ചിലരൊക്കെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്നും പറഞ്ഞു. അതിന് കുടുംബത്തിലുള്ളവർ തന്നെ കാരണമാകുമെന്നും പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് സേതു തന്റെ മുറിയിലേക്ക് പോകുന്നു. ഇത് കേൾക്കുന്ന അവന്തികയും അനഘയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ഇതുവരെ ഇറങ്ങിപ്പോയ മീര തിരികെ വന്നിട്ടില്ല. മീരയെക്കുറിച്ചോർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് കമലയും ദയാനന്ദ മാഷും ആതിരയും. ആവണി ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മയുടെ കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് ആവണിയെ സമാധാനപ്പെടുത്തുകയാണ് എല്ലാവരും ചേർന്ന്. തുടർന്ന് മീരയുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കാൻ ആതിര പറയുമ്പോൾ, ഞാൻ നേരത്തെ മീരയുടെ അച്ഛനെ വിളിച്ചതാ മോളെ, അന്നേരം അദ്ദേഹം ടൗണിലാന്നാ പറഞ്ഞത്. കമല മീരയുടെ അമ്മയും വിളിച്ചതാ, പക്ഷെ മീര അവിടെ ചെന്നതായിട്ട് അവരും പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരും ടെൻഷനോടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആവണി വരികയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നുള്ള വിഷമത്തോടെ എല്ലാവരും നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അനൂപ് വരുന്നു. എന്തായടാ, മീരയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നും തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ, അവള് തനിയെ വരട്ടെ എന്നും അനൂപ് പറയുന്നു. അങ്ങനെയാണോടാ പറയുന്നത്? നിനക്കൊന്ന് അന്വേഷിച്ചൂടെ എന്ന് കമല പറയുമ്പോൾ എല്ലാത്തിനും ഒരു കാരണക്കാരി അമ്മയും കൂടെയാണെന്ന് അനൂപ് കമലയെ കുറ്റപ്പെടുത്തുന്നു. കൊള്ളാടാ, നീ തന്നെ എന്നെ ഇങ്ങനെ പറയണം. എന്റെ രണ്ട് മക്കളെക്കാട്ടിലും കൂടുതൽ ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് അവളെയാണ്. തുടർന്ന് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ആവണി ഓടി വന്ന് അനൂപിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതേസമയം ഓട്ടോയില് മീര അങ്ങോട്ടേക്ക് വരുന്നു. മീരയെ കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. ഒന്നും മിണ്ടാതെ മീര അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോ അനൂപ് മീരയെ തടഞ്ഞു നിർത്തുകയാണ്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? നിനക്ക് തോന്നുമ്പോ ഇറങ്ങിപ്പോകാനും തോന്നുമ്പോ കയറിപ്പോകാനും ഇതെന്താ സത്രമാണോ? ഇത്രയും ചോദിച്ചുകൊണ്ട് അനൂപ് മീരയെ തല്ലാനായി കൈയോങ്ങുമ്പോ അനന്തമാഷ് ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, അവളെ തൊട്ടുപോകരുത്. ഇതിനെപ്പറ്റി ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട. ഇത് കേൾക്കുന്ന മീര ആവണിയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. വന്തികയും അനഘയും കൂടി അർച്ചനയുടെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നന്ദേട്ടൻ പോയപ്പോ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്കെന്ന് അനഘ പറയുമ്പോൾ എനിക്ക് അങ്ങനെയല്ലായിരുന്നെന്നും അവസാനം സച്ചിക്കും സന്ദീപിനും ഭാര്യമാരും കുട്ടികളുമൊക്കെ ആകുമ്പോൾ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിൽ പോകുമോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്കെന്നും അധിക പറയുന്നു. അതുകൊണ്ട് തന്നെയാ പ്രസവിക്കാത്തൊരു പെണ്ണിനെ തന്നെ നോക്കി ഞാൻ അവന് വേണ്ടി കണ്ടുപിടിച്ചത്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.